guys, welcome back to UPSC Talks. സിവിൽ സർവീസ് എക്സാമിൽ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് 250 മാർക്കിൻ്റെ ഒരു എസ്സേ പേപ്പർ. മെയിൻസ് എക്സാമിൽ ഏറ്റവും മാർക്ക് സ്കോറിംഗ് ആയ ഒരു പേപ്പർ കൂടിയാണ് ഇത്. എസ്സേ പേപ്പറിൽ 4 ചോദ്യങ്ങൾ വീതമുള്ള എ, ബി എന്നീ 2 സെക്ഷനുകളാണ് ഉള്ളത്. ഓരോ സെക്ഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് ആൻസർ ചെയ്യണം. 125 മാർക്കിൻ്റെ വീതമുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. അങ്ങനെ ടോട്ടൽ 250 മാർക്ക്. 3 മണിക്കൂറാണ് ഒരു എസ്സേ പേപ്പറിൻ്റെ ടോട്ടൽ ടൈം. 1.5 മണിക്കൂർ വീതം ഓരോ എസ്സേക്കും. എസ്സേ പേപ്പറിനായി പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. മറ്റ് GS പേപ്പറുകളിലും കറണ്ട് അഫെയേഴ്സുകളിലും ഉള്ള ടോപ്പിക് തന്നെയാണ് എസ്സേ റൈറ്റിങ്ങിനായി വരുന്നത്. പക്ഷേ നല്ല ഒരു എഫക്റ്റീവായ എസ്സേ എഴുതി നല്ല സ്കോർ നേടണമെങ്കിൽ നല്ല രീതിയിൽ എസ്സേ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എഫക്റ്റീവ് ആയ രീതിയിൽ എസ്സേ എങ്ങനെ എഴുതാം, അതിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു എസ്സേ എഴുതുമ്പോൾ ആദ്യം അതിൻ്റെ ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അതിനുശേഷം അതിനെപ്പറ്റി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തെടുത്ത് പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക. ആ ടോപ്പിക് ആയി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഫേമസ് കോട്ട്സ്, കറൻറ്റ് ഈവൻറ്റ്സ്, പീപ്പിൾസ്, ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ്, അതുമായി ബന്ധപ്പെട്ട ലോസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഓർത്തെടുക്കുക. ഇനി ആ പർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ്, ഒബ്സ്റ്റാക്കിൾസ്, റീഫോംസ്, നമുക്കറിയാവുന്ന നൽകാവുന്ന സജഷൻസ് ഇതെല്ലാം ആലോചിക്കുക. ഇനി ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഓർഡർലി സ്ട്രക്ചർ ചെയ്തായിരിക്കണം എസ്സേ എഴുതേണ്ടത്. പിന്നെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എസ്സേ ക്വസ്റ്റ്യനിൽ എന്താണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതനുസരിച്ചായിരിക്കണം നമ്മുടെ ആൻസറും. ചിലപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആയിരിക്കും, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യാൻ. ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് തന്നെയായിരിക്കണം നമ്മുടെ എസ്സേ ആൻസറും. ക്രിട്ടിസൈസ് ചെയ്യാൻ പറഞ്ഞാൽ നിർബന്ധമായും ക്രിട്ടിസൈസ് ചെയ്യാൻ തന്നെ ചെയ്യണം. എസ്സേയിൽ കാണാപ്പാഠം പഠിച്ച കുറേ കാര്യങ്ങൾ എഴുതി നിറയ്ക്കുന്നതിലും വാല്യൂ ഉള്ളത് നമ്മുടെ വ്യൂസും സജഷൻസും ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ്. ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ എത്രമാത്രം ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, അനാലിസിസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് UPSC ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ക്രിട്ടിസൈസ് ചെയ്യണം, സജഷൻസ് ആൻഡ് വ്യൂ പോയിൻ്റ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാലും ഒരിക്കലും ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഒന്ന് പോകരുത്. നമ്മുടെ ആൻസർ എപ്പോഴും ഒരു ന്യൂട്രൽ ലെവലിൽ തന്നെ ആയിരിക്കണം. ന്യൂസ് പേപ്പറിൽ നമ്മൾ കാണുന്നതും വായിക്കുന്നതുമെല്ലാം കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പോളിസീസിനെയും അഡ്മിനിസ്ട്രേഷനെയും എല്ലാം വിമർശിക്കുന്ന വാർത്തകളായിരിക്കാം. അത് ന്യൂസ് പേപ്പർ സ്റ്റൈലാണ്. ബട്ട് UPSC എക്സാം എസ്സേയിൽ ആ സ്റ്റൈൽ നമ്മൾ ഒരിക്കലും കീപ്പ് ചെയ്യരുത്. എക്സാമിനർ ആരാണെന്നോ ഏത് പൊളിറ്റിക്കൽ റിലീജിയസ് വ്യൂ ഒക്കെ ഉള്ള ആളാണ് എന്നോ ഒന്നും നമുക്കറിയില്ല. അതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും ന്യൂട്രൽ ആയിരിക്കണം. പിന്നെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായി സജഷൻസ് നൽകാത്ത കാര്യങ്ങൾ കൂടുതൽ നെഗറ്റീവായി ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. പിന്നെ ഇനി എസ്സേ റൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ എസ്സേക്ക് എപ്പോഴും നല്ല ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ പാരഗ്രാഫായി തിരിച്ച് ഓരോ പോയിൻറ്റ്സും പ്രസൻറ്റ് ചെയ്യുക, പിന്നെ ഫൈനലി ഒരു കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷൻ എപ്പോഴും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. കഴിവതും ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിരിക്കുന്ന സെയിം സെൻറ്റൻസ് ഇൻട്രൊഡക്ഷനിൽ എഴുതാതിരിക്കുക. ഏതെങ്കിലും നല്ല ഒരു കോട്ട്, അല്ലെങ്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് റീസെൻ്റ്ലി നടന്ന ഏതെങ്കിലും ഒരു സംഭവം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നല്ലൊരു ഇൻട്രൊഡക്ഷൻ എഴുതുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഡെഫിനിഷൻ എഴുതി എസ്സേ സ്റ്റാർട്ട് ചെയ്യാതെ ഇരിക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ഇൻട്രൊഡക്ഷൻ ഏറ്റവും എഫക്റ്റീവായി തന്നെ എഴുതുക. പിന്നെ ഓരോ പോയിൻറ്റ്സും വ്യക്തമായി സ്ട്രക്ചർ ചെയ്ത് പാരഗ്രാഫ് തിരിച്ച് എഴുതുക. അവസാനമായി എല്ലാ പോയിൻറ്റ്സും ഒരുമിപ്പിച്ച് ഒരു നല്ല സജഷനൊക്കെ ഉൾപ്പെടുത്തി കൺക്ലൂഡ് ചെയ്യുക. പിന്നെ എസ്സേ റൈറ്റിങ്ങിൽ നമ്മൾ നേരിടുന്ന വലിയ 2 പ്രശ്നങ്ങളാണ്. ഫസ്റ്റ് വൺ ടൈം ലിമിറ്റ് ആൻഡ് സെക്കൻഡ് വൺ വേർഡ്സിൻ്റെ ലിമിറ്റ്. 1.5 മണിക്കൂറാണ് ഒരു എസ്സേക്കായി തന്നിരിക്കുന്നത്. അതിനുള്ളിൽ നമ്മുടെ പോയിൻറ്റ്സ് വ്യക്തമായി സ്ട്രക്ചർ ചെയ്ത് ചുരുങ്ങിയ വാക്കുകളിൽ തന്നിരിക്കുന്ന സ്പേസിൽ അത് നന്നായി പ്രസൻറ്റ് ചെയ്യണം. റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് പ്രസൻറ്റേഷൻ സ്കിൽസ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇത് നമുക്ക് നിരന്തര പരിശീലനത്തിലൂടെ മാത്രമേ നേടിയെടുക്കാനാവൂ. അതിനാൽ എക്സാമിന് മുമ്പ് തന്നെ ധാരാളം എസ്സേ എഴുതി പ്രാക്ടീസ് ചെയ്യുക.
വീക്ക്ലി മിനിമം ഒരു 2 എസ്സേ എങ്കിലും എഴുതാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് എസ്സേ പേപ്പർ. ഇത് നന്നായി പ്രയോജനപ്പെടുത്തി നല്ലൊരു റാങ്ക് നേടാൻ ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സിവിൽ സർവീസ് എക്സാമുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ളവർ കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.